ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ മേനോനെ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അതായത് തുളസിയുടെ തീരുമാനവും മീനാക്ഷിയുടെ നിലപാടും. അത് കേട്ട് മേനോൻ പറയുന്നുണ്ട്, ഇനി അധികമൊന്നും ആ തുളസീധരനെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനൊന്നും പോകേണ്ട. അയാൾ ആരാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ മീനാക്ഷി അവൾ നല്ല കുട്ടിയാണ്, ഉറച്ച തീരുമാനം എടുത്തില്ലേ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഈ സമയം ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇനിയൊന്നും പറയാനായിട്ട് പോകുന്നില്ല സാറേ, പിന്നെ എൻ്റെ ജോലി ഞാൻ കൃത്യമായി ചെയ്തിരിക്കും. അങ്ങനെ മുകുന്ദൻ പറയുകയാണ്, കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങളും മീനുവിനെക്കുറിച്ചുള്ള വിവരങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് സാറ് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. പിന്നീട് അങ്കിത പറയുന്നുണ്ട്, അല്ല എന്തിനാണ് ഈ തുളസീധരന് വെറുതെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? മീനാക്ഷിയല്ലേ അവളുടെ ജീവിതം പോലും പണയം വെച്ച് നമുക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ തന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിലേക്കല്ലേ പൈസകൾ കൊടുക്കേണ്ടത്? കാരണം അവൾക്കൊരു പോക്കറ്റ് മണി ആയിക്കോട്ടെ. ഈ തുളസി എത്ര പൈസ കൊടുത്തിട്ടും എന്തോ ഔദാര്യം ചെയ്തതുപോലെയല്ലേ സംസാരിക്കുന്നത്. അങ്ങനെ ചന്ദ്രമോഹൻ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, മേഡം പറഞ്ഞതാണ് ശരി, മീനുവിൻ്റെ കയ്യിലായിരിക്കണം ഇനി പൈസകൾ കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ 10 ലക്ഷം രൂപ മീനാക്ഷിയുടെ കയ്യിൽ കൊടുക്കാമെന്ന് എല്ലാവരും തീരുമാനിക്കുന്നു. അപ്പോൾ ശരി സാറേ, നാളെ ഞാൻ സർക്കാരിലേക്ക് വന്നോളാം എന്ന് പറയുമ്പോൾ അങ്ങനെ മുകുന്ദൻ പറയുന്നു, ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ഒന്നും വേണ്ട, എന്തായാലും കയ്യിൽ പൈസ കൊടുത്താൽ മതി, 10 ലക്ഷം രൂപ ഞാൻ എണ്ണി തന്നോളാം തൻ്റെ കയ്യിൽ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമോഹനാണെങ്കിൽ അത് സമ്മതിക്കുകയാണ്. പിന്നെ സറോഗസിക്ക് പൈസ കൊടുക്കണമെന്നൊന്നുമില്ല. അല്ല സാറേ, നിയമം അതാണെങ്കിലും ഇപ്പം ആരാ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നത്? അതേടോ, നിയമങ്ങളൊക്കെ ലംഘിക്കാനല്ലേ ഇപ്പം എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും ഏത് നിയമമാണ് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചന്ദ്രമോഹനോട് മുകുന്ദൻ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമോഹൻ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നേരം മുകുന്ദൻ പറയുകയാണ്, ഒന്ന് നിന്നെ, തനിക്കിതുവരെയും കാര്യമായിട്ട് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അയ്യോ സാറേ, അതൊന്നും വേണ്ട, ഞാൻ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടൊന്നല്ല ഇത് ചെയ്യുന്നത്. അവിടെ നിൽക്കുന്നു പറഞ്ഞ് മുകുന്ദനാണെങ്കിൽ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം അങ്കിതയോട് ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അയ്യോ മാഡം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു പ്രതിഫലവും വേണം. പിന്നെ പ്രതാപൻ സാറാണെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് ശമ്പളം തരുന്നുണ്ട്. അത് പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷം. ചന്ദ്രമോഹൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ നടക്കില്ലായിരുന്നു. കാരണം ആരും ഇത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ്. എന്തായാലും അവിടേക്ക് മുകുന്ദൻ വരുന്നുണ്ട്. അയാളൊരു ചെക്കുമായിട്ടാണ് വരുന്നത്. ചെക്ക് ചന്ദ്രമോഹൻ്റെ നേർക്ക് നീട്ടുകയാണ്. ആ ചെക്ക് കണ്ട് ചന്ദ്രമോഹനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. സാറേ, ഇതെന്തിനാ ഇത്രയും പൈസ? താൻ അത് അർഹിക്കുന്നുണ്ടെന്ന് കണക്കാക്കിക്കോ. പിന്നെ താൻ എന്താ ചെയ്തെന്ന് കുറച്ച് നേരം ഇരുന്ന് ആലോചിക്കും. അപ്പോൾ തനിക്ക് മനസ്സിലാവും ഈ പൈസയുടെ ആവശ്യം തനിക്കുണ്ടായിരുന്നുവെന്ന്. അങ്ങനെ അവിടെ നിന്നും നന്ദി പറഞ്ഞ് ചന്ദ്രമോഹൻ ഇറങ്ങുകയാണ്. പിന്നീട് തുളസിയാണെങ്കിൽ എങ്ങോട്ടോ പോയി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അയാളാണെങ്കിൽ പ്രസന്നയെ വിളിക്കുന്നുണ്ട്. എടി പ്രസന്നെ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അയാൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. മുറിയിലേക്ക് പോയി നോക്കുമ്പോൾ കുഞ്ഞാണെങ്കിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മീനു അതിനെ പുതപ്പിക്കാനായിട്ട് ഒരു പുതപ്പ് എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് കൊഞ്ചിക്കുകയാണ്, അമ്മയുടെ തേൻകൂടത്തിന് എന്താടാ തണുക്കുന്നുണ്ടോ, അമ്മൻ്റെ കുഞ്ഞു വാവയല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുന്ന സമയത്ത് തുളസീധരനാണെങ്കിൽ അതുകൊണ്ടങ്ങനെ ദേഷ്യത്തിൽ വിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അയാൾക്കാണെങ്കിൽ ആ കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ മീനാക്ഷിയാണെങ്കിൽ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അവളാണെങ്കിൽ ആ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതിൻ്റെ തിരക്കിലാണ്. പെട്ടെന്ന് പ്രസന്ന അവിടേക്ക് ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് വരുന്നുണ്ട്. അവരാണെങ്കിൽ ആ കാഴ്ച കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം തുളസിയുടെ മുഖഭാവവും ഒക്കെ തന്നെ മാറി നിൽക്കുകയാണ്. അങ്ങനെ വെള്ളം കൊടുക്കുന്ന സമയത്ത് ആ വെള്ളം കൈകൊണ്ട് തട്ടി മാറ്റിയാണ് തുളസി ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ആ കുഞ്ഞിനെയും മീനാക്ഷിയെയും രൂക്ഷമായി തന്നെ നോക്കുന്നു. അങ്ങനെ പ്രസന്ന അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുമയ്ക്കുന്നുണ്ട്. അത് മീനാക്ഷി ശ്രദ്ധിക്കുകയാണ്. മീനുവാണെങ്കിൽ തുളസി നോക്കി നിൽക്കുന്നത് കാണുകയാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. എടി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ ആ ചന്ദ്രമോഹനെ 10 ലക്ഷം രൂപയായിട്ട് വരുന്നുണ്ട്. ആ സമയം ഈ കുഞ്ഞിനെടുത്ത് കൊടുത്തേക്കണം, മനസ്സിലായില്ലേ? അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? കുഞ്ഞിനെ നമ്മൾ സംരക്ഷിക്കാമെന്ന് പറഞ്ഞതല്ലേ ഒരു 3 ആഴ്ചത്തേക്ക്, എന്തിനു സംരക്ഷിക്കണം? കരാറ് നാളത്തോടെ അവസാനിക്കുക, മര്യാദയ്ക്ക് നീ കളിക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊള്ളണം. മീനാക്ഷി പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം, 3 ആഴ്ചത്തേക്കല്ലേ. അച്ഛൻ ഇതിൽ ഇടപെടണ്ടെന്ന് പറയണം. അതെന്താടി ഞാൻ ഇടപെട്ട? ശരിയാണ്, എനിക്കോ അച്ഛനോ അമ്മയ്ക്കോ ഈ കുഞ്ഞിനെ 3 ആഴ്ചത്തേക്ക് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ആ കുഞ്ഞിന് ആവശ്യമുണ്ട് അച്ഛാ എന്ന് അത് നിന്നോട് പറഞ്ഞോ? ഈ വാൽമാക്രി പോലെയുള്ള കൊച്ച് നിന്നോട് സംസാരിച്ചോടി? സംസാരിച്ചു, എന്നോടത് പറഞ്ഞെന്ന് മീനു ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ വെറുതെ നീ വളച്ചൊടിച്ച് കാര്യങ്ങൾ ഇല്ലാതെയാക്കട്ടെന്നൊക്കെ പറയുമ്പോൾ അതെന്നോട് സംസാരിക്കണമെന്നില്ല, ശബ്ദം കൊണ്ടല്ലാതെ അതിൻ്റെ ഒരു നോട്ടം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് അച്ഛൻ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അല്ലെങ്കിലും അച്ഛനോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അച്ഛൻ തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഞാൻ ഗർഭം ധരിച്ചത്. ഇത് കേട്ട് തുളസിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ഇപ്പോഴും അച്ഛൻ തീരുമാനിച്ച ആ വിഷം 4 പേർക്ക് കുടിച്ച് മരിക്കാമെന്ന് പറഞ്ഞ വിഷം ആ വാടക വീട്ടിൽ ഇരിപ്പുണ്ട്. അതായിരുന്നു അച്ഛൻ തീരുമാനിച്ച തീരുമാനം. അപ്പോൾ ഞാനാണ് ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് അച്ഛൻ ഇതിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് പറയുമ്പോൾ തുളസിയാണെങ്കിൽ വല്ലാതെയാവും. എന്നിട്ട് മീനു പറയുകയാണ്, ഇന്ന് നമ്മളെല്ലാവരും ജീവനോടെ ഇരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണമാണ് ഈ കുഞ്ഞ്. അങ്ങനെ മീനുവാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഈ കുഞ്ഞു കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞ് ഭൂമിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചവർ കാരണം. അതുകൊണ്ട് ഇതിന് വല്ലാതെ അച്ഛൻ
വെറുപ്പോടെ നോക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, ആര് തന്നെ ഇതിനെ എങ്ങോട്ട് കൊണ്ടുപോയി അതിന് ഒരേ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. എത്ര വേഷം കിട്ടിച്ചാലും എന്ത് ഒരു പേര് മാറ്റിയാലും അതിൻ്റെ അമ്മ ആലിംകുന്നേ തുളസീധരൻ നായരുടെ മകൾ മീനാക്ഷി മാത്രമാണ്. ഇത് കേട്ട് തുളസിയാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ വെറുതെ ഇതിനെ കൊണ്ടുപോയി കൊടുക്കെന്ന് പറയരുത്. അതിൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടാൽ 3 ആഴ്ചയല്ല 3 മാസമല്ല 3 വർഷത്തേക്ക് മീനാക്ഷി അതിനെ സംരക്ഷിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ തുളസിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല. അയാളാണെങ്കിൽ അവിടെ നിന്നും വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇറങ്ങിപ്പോകുന്നു. പ്രസന്നയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മീനാക്ഷിയെ വളരെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. ഇത് കാണുന്ന മീനാക്ഷി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയുന്നുണ്ടെങ്കിൽ പറയും, പക്ഷേ പറയുന്നതിന് മുമ്പായിട്ട് അമ്മ ഒരു അമ്മയാണെന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ പ്രസന്നയുടെ മുഖഭാവമൊക്കെ മാറുകയാണ്. അവർക്ക് സങ്കടമാവുന്നുണ്ട്. അവിടെ നിന്ന് പോകുന്നു. മീനു ആണെങ്കിൽ ആ കഴിഞ്ഞ സമ്പത്തെക്കുറിച്ച് ആലോചിച്ച് കരയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ കൃത്യമായി തന്നെ ക്യാഷുമായി തുളസീധരനെ കാണാനായിട്ട് എത്തുകയാണ്. ഈ സമയം തുളസിയാണെങ്കിൽ അയാളെ കാണുമ്പോൾ തന്നെ കൈയൊക്കെ ബാക്കിലോട്ട് കെട്ടി അങ്ങനെ നിൽക്കുന്നു, വളരെ ദേഷ്യത്തോട് കൂടിയിട്ട്. അത് മനസ്സിലാക്കുന്ന ചന്ദ്രമോഹൻ, ചേട്ടാ ഇന്ന് ആരെയാ കണി കണ്ടത്? ഞാൻ ആരെ കണി കണ്ടെന്ന് തന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല, കൈയൊക്കെ ബാക്കിലേക്ക് കെട്ടി നിൽക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ്. വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. ആയിരിക്കും, അതുപോലത്തെ പ്രവൃത്തികളാണല്ലോ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത്. ചേട്ടാ എന്തൊക്കെയാ പറയുന്നത്? മഹാലക്ഷ്മിയുമായിട്ട് രാവിലെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? നീ നോക്ക്, ഇതിനകത്തെ 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ വാങ്ങണോ വാങ്ങണേ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അതെന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നത്? മഹാലക്ഷ്മി പുറംകാലം കൊണ്ട് തട്ടിക്കളയുന്ന സംസാരമാണല്ലോ. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് 10 ലക്ഷം രൂപ തന്നിട്ട് ആ കുഞ്ഞിനെയുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. അല്ല, ചേട്ടൻ്റെ ഭാര്യ എവിടെ? പ്രസന്ന ചേച്ചി. അല്ല, എൻ്റെ ഭാര്യയെ താനെന്തിട്ട് അന്വേഷിക്കുന്നത്? ഇത്രയും ഭാരമുള്ള സാധനം ഇതുവരെ കൊണ്ടുവച്ചതല്ലേ, അപ്പം എനിക്കൊരു ചായയൊക്കെ വേണ്ടേ? അങ്ങനെ ചേച്ചി, പ്രസന്ന ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഈ സമയം പ്രസന്ന അങ്ങോട്ട് വരികയാണ്. അതെ, എനിക്കൊരു ചായ കിട്ടിയാൽ കൊള്ളാമെന്നു. ഇതേ കണ്ടോ, ഈ പെട്ടിക്കകത്തെ 10 ലക്ഷം രൂപയാണ്. അത് ഏറ്റിപ്പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ക്ഷീണം. തുളസിയേട്ടനാണെങ്കിൽ ഇത് വാങ്ങിക്കുന്നില്ല, അപ്പോൾ അങ്ങേരെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കണ്ടേ? അങ്ങനെ പ്രസന്നയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ ചായ ഇടാനായിട്ട് പോകും. പിന്നീട് തുളസിയും ചന്ദ്രമോഹനും വാക്കുതർക്കത്തിലാവുകയാണ്. അവിടേക്ക് മീനു വരുന്നുണ്ട്. എന്താ അവിടെ പ്രശ്നം? അതേ മോളെ, ഞാൻ ഈ 10 ലക്ഷം രൂപ ഏൽപ്പിക്കാനായിട്ട് വന്നതാണ്. അച്ഛനാണെങ്കിൽ ഇത് വാങ്ങുന്നില്ല, എന്താ ചെയ്യുക? അങ്ങനെ തുളസിയോട് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ ക്യാഷ് വാങ്ങാത്തത്? അപ്പോൾ പിന്നെ എനിക്ക് ഈ ക്യാഷ് വേണ്ടെന്ന് വെച്ചാൽ കുഞ്ഞിനെ കൊടുക്കാതെ ഞാൻ ഈ ക്യാഷ് വാങ്ങില്ല, നീ തന്നെ വാങ്ങിക്കോ, എന്നിട്ട് പുഴുങ്ങി തിന്നോ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ചന്ദ്രമോഹൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആദ്യം നിന്ന് 10 ലക്ഷം രൂപ ചേട്ടൻ പുഴുങ്ങി തിന്നുമായിരുന്നു? ഇങ്ങനെയൊന്നും പറയാതെ ഈ 10 ലക്ഷം രൂപ വാങ്ങി ചേട്ടാ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും. അവിടേക്ക് പ്രസന്ന ചായയുമായിട്ട് വരുന്നുണ്ട്. ചായ കുടിച്ചതിന് ശേഷം ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, ആഹാ നല്ല ചായ. ഇത് കേട്ട് മീനു ചിരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടക്കട്ടെ. ഇവിടെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ താമസിക്കാം, കാരണം പ്രസവം കഴിഞ്ഞ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ വേറെ ആരും നോക്കി. അല്ലെങ്കിൽ പിന്നെ ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വില്ലയോ എടുത്ത് മീനാക്ഷി അവിടേക്ക് മാറ്റാം, ഒരു ഹോം നേഴ്സിനെയും വെക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ വന്നല്ലേ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനേട്ടാ? ഗതികേടിൻ്റെ വലിപ്പം, അല്ലാതെ വേറൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമോഹനാണെങ്കിൽ അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങും. പിന്നീട് നേരെ വരുന്നത് ഗസ്റ്റ് ഹൗസിലേക്കാണ്. ഈ സമയം അങ്കിതയും മുകുന്ദനും ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്കിത ചായയുമായിട്ട് വരുന്നു. എന്തായോടോ കാര്യങ്ങൾ? എന്താവാൻ, അങ്ങേര് സ്ഥിരം കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ഭയങ്കര ബലംപിടുത്തത്തിലായിരുന്നു. 10 ലക്ഷം രൂപ കൈകൊണ്ടൊന്നും വാങ്ങിയില്ല. മീനാക്ഷി ആണെങ്കിൽ അവളുടെ നിലപാട് കുഞ്ഞിനെ 3 മാസത്തേക്ക് നോക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പിന്നെ നമ്മളെന്തെങ്കിലും വില്ലയോ അപ്പാർട്ട്മെൻറ്റോ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവൾ അവിടേക്ക് മാറും. ഇത് കേട്ടിട്ട് അങ്കിതയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാ വേറെ ഏതെങ്കിലും നമ്മുടെ ഗസ്റ്റ് ഹൗസ്, പ്രതാപം നോക്കുന്ന ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ, അവിടേക്ക് മാറ്റാം. എങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് കേട്ടിട്ട് അങ്കിത പറയുന്നുണ്ട്, അതൊന്നും വേണ്ട. കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെന്ന് കാണുന്ന സമയത്ത് കുഞ്ഞിൻ്റെ അമ്മ മീനാക്ഷിയെയും കാണല്ലോ, അതത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ലെന്ന് അങ്കിത പറയുകയാണ് ഓപ്പണായിട്ടും. അത് കേട്ടിട്ട് ചന്ദ്രമോഹനും പറയുന്നുണ്ട്, അത് ശരിയാണ്, അത് വേണ്ട, പ്രശ്നമാവും. എന്തായാലും പ്രസന്ന ചേച്ചി നോക്കുന്നത് പോലെ ആരും നോക്കില്ല, അവിടെ ഇരിക്കുന്നത് തന്നെയാണ് സേഫ്. എന്നാലും ഈ തുളസിയേട്ടൻ എന്താ ഇങ്ങനെ? അയാൾക്ക് നമ്മൾ പറഞ്ഞ പണത്തിനേക്കാൾ കൂടുതൽ പണം കൊടുത്തതല്ലേ? പിന്നെ അയാളുടെ നിലപാടിൽ ഒരു മാറ്റവും. സാറേ, അവസാനം തുളസിച്ചേട്ടന് സമ്മതിച്ച മട്ടിൽ തന്നെയാണ് മീനാക്ഷി മാറി താമസിക്കുന്നതിൽ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അയാളുടെ അഭിമാനമാണല്ലോ അയാൾക്ക് വലുത്. മീനാക്ഷി മാറി താമസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാട്ടുകാരും അറിയില്ല, മീനാക്ഷി സേഫുമാണ്. എന്തായാലും ഞാൻ അയാളെ ഒന്ന് വിളിച്ച് സംസാരിക്കാം, എന്നിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാവുമെന്ന് നോക്കാം. അങ്ങനെ തുളസിയെ വിളിക്കാനായിട്ട് മുകുന്ദൻ ഫോൺ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. തുളസി വേഗം തന്നെ ഫോൺ എടുക്കുകയാണ്. അതെ, ഞാൻ MK മേനോൻ. മനസ്സിലായി സാറേ, പറയും. അല്ല തുളസിയേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 ആഴ്ചത്തേക്ക് കുഞ്ഞിനെ നോക്കണം. അതെ, വെറുതെ അന്തസ്സില്ലായ്മ കാണിക്കരുത്. നിങ്ങളെ എല്ലാ കാര്യങ്ങളും തെറ്റിച്ചിരിക്കുകയാണ്. പണം തന്നു, ശരി തന്നെയാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ടും ആവശ്യപ്പെടാതെയും ഒക്കെ തന്നിട്ടുണ്ട്, ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാണിച്ചത് ഭയങ്കര മോശം ഏർപ്പാടായി പോയി. നോക്ക്, കുഞ്ഞിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റുവാങ്ങാത്തത്? അതെ ചേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞ് ചേട്ടൻ്റെ കൂടി രക്തമാണ്.
അതിൻ്റെ മുത്തശ്ശനാണ് ഏട്ടൻ. അതുകൊണ്ട് അതിനെ ഒരു 3 ആഴ്ചത്തേക്ക് അതിൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കാനായിട്ട് വിട്. കാരണം അതിൻ്റെ നിയമപരമായിട്ടുള്ള നിലനിൽപ്പിന് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ കുഞ്ഞിന് നല്ല രീതിക്ക് വളരേണ്ടേ, അതിൻ്റെ അമ്മയുടെ പാല് വേണ്ടേ. അതൊക്കെ സാറേ എന്നോട് പറയാൻ നിൽക്കരുത്. എനിക്ക് അങ്ങനെ ഒരു പേര് വേണ്ട, രക്തബന്ധവും വേണ്ട. മര്യാദയ്ക്ക് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിക്കോ. സാറ് ഈ തന്ന പൈസയൊക്കെ ശരി തന്നെയാണ്, പക്ഷേ മനുഷ്യൻ്റെ അവസ്ഥയാണ്. നാളെ മേലേക്ക് എന്താ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. സാറ് ഏതെങ്കിലും വാഹനാപകടത്തിൽപ്പെട്ട് കിടന്നുപോയ ഈ കുഞ്ഞിനെ ആരേറ്റെടുക്കും? ഇത് കേട്ടിട്ട് മുകുന്ദനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പോട്ടെ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് സാറെങ്ങാനും ചത്തുപോയാൽ എന്ത് ചെയ്യും? അങ്ങനെ മുകുന്ദനാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം അങ്കിതയും ചന്ദ്രമോഹനും പറയുന്നുണ്ട്, സാറേ ഇനി സംസാരിക്കേണ്ട, ഫോൺ വെച്ചേക്കെന്ന്. അങ്ങനെ മുകുന്ദനാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് തുളസിയോട് പറയുന്നുണ്ട്, നിങ്ങളെ ഒരു നാട്ടുമ്പുറത്തുകാരനാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത്, പക്ഷേ സംസ്കാരം എങ്ങനെയാണ് സംസാരിക്കേണ്ടെന്ന് പോലും തൊട്ട് തിണ്ടാട്ട ഒരാളാണെന്ന് ഇപ്പം മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും മുകുന്ദനാണെങ്കിൽ നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട് ബൈ.